പോണ്ടിച്ചേരിയിൽ ഇങ്ങനെ കോളനി കൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. കാരണം നമ്മൾ ചുറ്റും നോക്കിയാലും ഒരു കളർഫുള്ളും ഒരു എസ്തറ്റിക് വൈബായിരിക്കും. പിന്നെ ഞങ്ങൾ പോണ്ടിച്ചേരി എത്തിയത് ഫസ്റ്റ് ചെയ്തത് ഫുൾ ടാങ്ക് ബൈക്കിൽ പെട്രോൾ അടിച്ചു. കാരണം അവിടെ നാട്ടത്തേനേക്കാളും ഒരു 10 രൂപ കമ്മിയാണ്. വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോണ്ടിച്ചേരി എത്തുമ്പോൾ അറൗണ്ട് 4 o'clock ആയി. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നേരെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് അടിച്ചു. ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ബീച്ചിൽ കാണും. ബൈക്കിന്റെ ഈ ഒരു ഷോട്ട് എടുക്കാൻ തന്നെയാണ് ഈ ഒരു ടൈം ആകുമ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് പോയത്. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ബീച്ചിൽ പോയി ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത പ്ലാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഇത് ബീച്ചിന്റെ പോണ്ടി മെരീന എന്ന് പറയുന്ന ഒരു സൈഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും. ബീച്ച് കുറച്ചും കൂടി കാണാൻ ഭയങ്കര എസ്തെറ്റിക് ആയിരിക്കും. പിന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. സോ പ്ലേസ് നോട്ട് ചെയ്ത് വെച്ചോ, പോണ്ടി മെരീന. അങ്ങനെ ബീച്ചും കണ്ട് ഞങ്ങൾ നേരെ റൂം എടുത്തു. കാരണം 450 കിലോമീറ്റർ ഓടിയതുകൊണ്ട് നല്ല ടയർഡ് ഉണ്ടായിരുന്നു. പിന്നെ റൂംസ് എടുക്കുമ്പോൾ 1-2 സ്ഥലത്ത് അന്വേഷിച്ചെടുക്കുക. കാരണം എല്ലാവരുടെയും ഡിഫറെന്റ് റേറ്റ് ആണ്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് റൂംസിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു. റൂമിൽ പോയി നല്ല രീതിക്ക് റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ രാത്രിയാണ് പുറത്തിറങ്ങിയത്. നിങ്ങൾ ഈവനിംഗ് ആണ് കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ റോക്ക് ബീച്ച് സൈഡ് പോയി കഴിഞ്ഞാൽ ഈവനിംഗ് ഫുൾ അവിടെ ഫുഡ് സ്റ്റാൾ ഓപ്പൺ ആവും. സോ പോണ്ടിത്തെ കുറച്ച് ഫുഡും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അവിടെ. ഞാൻ വാങ്ങിയത് 100 രൂപയുടെ ഒരു ബിരിയാണി ആയിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതും കഴിച്ച് നേരെ റൂമിൽ പോയി ഒറ്റ ഉറക്കം. പിന്നെ ഞങ്ങൾ രാവിലെയാണ് കറങ്ങാൻ ഇറങ്ങിയത്. മെയിനായിട്ട് പോണ്ടിച്ചേരി കാണാനുള്ളത് ബീച്ചും അതേപോലെ ഫ്രഞ്ച് കോളനിയാണ്. ഫ്രഞ്ച് കോളനി എന്ന് പറയുമ്പോൾ കുറേ ഡിഫറെന്റ് കളേഴ്സുള്ള വീടുകൾ, ഷോപ്സ്, പിന്നെ കുറെ ഹാൻഡിക്രാഫ്റ്റ് വിൽക്കുന്ന കടകൾ, ഇതൊക്കെയാണ് അവിടെ മെയിൻ. പിന്നെ ഒരു മ്യൂസിയം, ലൈബ്രറി ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരി മെയിൻ ആയിട്ട് ഫോട്ടോ സ്പോട്ടാണ്. നമ്മൾ എവിടെ നിന്നാലും അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഉച്ചയാകുമ്പോഴേക്ക് പോണ്ടിച്ചേരിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ തിരിക്കുകയാണ്. അവിടെ നിന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് നേരെ പോണത് തഞ്ചാവൂര്. അങ്ങനെ വണ്ടിയിൽ ലഗേജ് ഒക്കെ ലോഡ് ചെയ്ത് ഇവിടെ നിന്ന് അറൗണ്ട് ഒരു 150 കിലോമീറ്റർ ഉണ്ട് തഞ്ചാവൂർ എത്താനായിട്ട്. തഞ്ചാവൂർ പോകുന്ന റൂട്ട് മോനെ ഒന്നും പറയാനില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം.